നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് കുപ്പം മണ്ണങ്കോട് അച്ഛനും മകനും വെട്ടേറ്റു. ചാമി, മകൻ വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത്. അതിർത്തി തർക്കത്തിനിടെയാണ് സംഭവം. അയൽവാസിയായ വിനോദാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. ഇയാൾ കസ്റ്റഡിയിലാണ്. പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കളമശ്ശേരിയിൽ കഞ്ചാവുമായി പിടിയിലായ ആഷിഖും ഷാരിഖും നേരത്തെയും കോളേജിൽ ലഹരി എത്തിച്ചിട്ടുണ്ടെന്ന് തൃക്കാക്കര ACP PV ബേബി. അനന്തുവിന്റെയും ആദിലിനും പങ്കാളിത്തം പരിശോധിക്കുന്നു. ഇവർക്കെതിരെ തെളിവ് ലഭിച്ചിട്ടില്ലെന്നും SP. കോളേജിൽ നിന്നുള്ള ഡിമാൻഡ് കാരണമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് മൊഴി. കൂടുതൽ ആളുകൾ പിന്നിലുണ്ടെന്നാണ് കരുതുന്നതെന്നും SP. കളമശ്ശേരിയിലെ പോലീസ് നടപടിയിലേക്ക് നയിച്ചത് പ്രിൻസിപ്പലിന്റെ കത്ത്. ഹോളി ആഘോഷം ലക്ഷ്യമിട്ട് ലഹരിമരുന്ന് എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് കത്തിൽ വിദ്യാർത്ഥികൾ ലഹരിമരുന്ന് വാങ്ങാൻ വ്യാപക പണപ്പിരിവ് നടത്തുന്നുണ്ടെന്നും പ്രിൻസിപ്പൽ പറയുന്നു. പോലീസിന്റെ നിരീക്ഷണം വേണമെന്നും കത്തിൽ. പ്രിൻസിപ്പൽ DCPക്ക് കത്ത് നൽകിയത് ബുധനാഴ്ച. കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. കേരളത്തിൽ ലഹരി ഒഴുകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലഹരി കച്ചവടത്തിന് പിന്നിൽ SFI. പ്രതികൾക്ക് CPM രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ്. SFIക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ ലഹരി വസ്തുക്കൾ വ്യാപകം ആകുന്നതിന്റെ മുഖ്യ ഉത്തരവാദി SFI എന്ന് വിമർശനം. കലാലയങ്ങളിലും ഹോസ്റ്റലുകളിലും വ്യാപകമായി വിതരണം ചെയ്യുന്ന SFI പിരിച്ചുവിടണം. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും രമേശ് ചെന്നിത്തല. ലഹരിക്കടത്തിൽ രാഷ്ട്രീയം നോക്കാതെ നടപടിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ലഹരിയെയല്ല SFI ഒതുക്കാനാണ് ചിലർക്ക് വ്യഗ്രത. ഏതെങ്കിലും ഒരു സംഘടനയോ രാഷ്ട്രീയ പാർട്ടിയോ ആണ് ലഹരിക്ക് പിന്നിലെന്ന് പറയില്ല. എല്ലാവരും യോജിച്ചു നിന്ന് ലഹരി വ്യാപനം തുടച്ചു നീക്കണമെന്നും മന്ത്രി. പുനലൂരിൽ 30 കിലോ കഞ്ചാവ് വിൽക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി പിടിയിൽ. മൈനാഗപ്പള്ളി സ്വദേശി ഷിബു ആണ് അറസ്റ്റിലായത്. സംഭവശേഷം ഷിബു കേരളത്തിന്റെ വിവിധയിടങ്ങളിലും ബാംഗ്ലൂരിലും ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. ഒറീസയിൽ നിന്നും എത്തിച്ച കഞ്ചാവ് വീതം വയ്ക്കുന്ന സമയത്താണ് പ്രതികൾ പിടിയിലായത്. എറണാകുളം ചേരാനല്ലൂരിൽ 1 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊല്ലം പ്ലാച്ചേരി സ്വദേശി കൃഷ്ണകുമാറിനെയാണ് ഡാൻസർ സംഘം ഇന്നലെ രാത്രി പിടികൂടിയത്. 120 ഗ്രാം MDMAയും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. കണ്ണൂരിൽ വാടക വീട് കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയ യുവതി ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ പിടിയിൽ. പുളിക്കൽ ന്യൂച്ചാട് ആണ് സംഭവം നടന്നത്. ന്യൂച്ചാട് സ്വദേശി മുബഷീർ, കർണാടക സ്വദേശികളായ ഹക്കീം, തോമള എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 5 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിൽ എക്സൈസ് 8 ദിവസത്തിനിടെ പിടികൂടിയത് 1.9 കോടി രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ. പോലീസ്, വനം, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുമായി സഹകരിച്ചായിരുന്നു എക്സൈസിന്റെ റെയ്ഡ്. മാർച്ച് 5 മുതൽ 12 വരെ 3568 റെയ്ഡുകളാണ് എക്സൈസ് നടത്തിയത്. G. സുധാകരന് മറുപടിയുമായി ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്. തനിക്കെതിരെ സുധാകരൻ പറഞ്ഞത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളെന്ന് സുധാകരൻ. ഡൽഹിയിലെ പ്രതിനിധി എന്ന നിലയിൽ ക്യാബിനറ്റ് റാങ്കിൽ ഒരു മന്ത്രിക്ക് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെടാമായിരുന്നു. അങ്ങനെ വന്നാൽ നിലവിലുള്ള MP, MLA പെൻഷൻ വേണ്ടെന്ന് വെക്കേണ്ടി വരുമെന്നായിരുന്നു എന്നും KV തോമസ്. ഖാദി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനായി 2.44 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ഖാദി നൂൽപ്പുകാർക്കും നെയ്ത്തുകാർക്കും ഉൽപാദക ബോണസും ഉത്സവ ബത്തയുമടക്കം വിതരണം ചെയ്യാൻ തുക ഉപയോഗിക്കും. 12,500 തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. ബജറ്റിൽ 5.60 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. നേരത്തെ 3.16 കോടി രൂപ അനുവദിച്ചിരുന്നെന്നും അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ അനുവദിച്ചതെന്നും ധനമന്ത്രി. ലവ് ജിഹാദ് പരാമർശത്തിൽ PC ജോർജിനെതിരെ കേസെടുക്കില്ല. ജോർജിന്റെ പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ലെന്ന് പോലീസ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പാലായിൽ നടന്ന ലഹരി വിരുദ്ധ സെമിനാറിലായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശം. ലവ് ജിഹാദികളുടെ മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ നഷ്ടപ്പെട്ടു എന്നായിരുന്നു ജോർജിന്റെ പ്രസംഗം. ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 34ാം ദിവസം. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ നീക്കമെന്ന് ആശാവർക്കർമാർ. സമരക്കാർ മറ്റന്നാൾ സെക്രട്ടേറിയറ്റ് വളയും. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശമാരും സമരത്തിനെത്തിയേക്കും. ചർച്ച നടത്തി സമരം അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷം.
ആശാ വർക്കർമാരുടെ സമരം അനാവശ്യമെന്ന് വീണ്ടും CPM. സമരം ചില ദുഷ്ടബുദ്ധികളുടെ തലയിൽ ഉദിച്ചതെന്ന് EP ജയരാജൻ. ആശാ വർക്കർമാരുടേത് സേവന മേഖലയായിരുന്നു. തുടക്കത്തിൽ ഒരു പൈസ പോലും കൊടുത്തില്ല. ഇടതുമുന്നണിയാണ് 7000 രൂപ വരെ എത്തിച്ചതെന്നും അത് തിരിച്ചറിഞ്ഞ് സമരത്തിൽ നിന്നും പിന്മാറണമെന്നും ജയരാജൻ. EP ജയരാജന് മറുപടിയുമായി ആശാ വർക്കർമാർ. സമരം നടത്തുന്നത് കുബുദ്ധി എന്ന് പറയുന്നവർക്കാണ് രാഷ്ട്രീയ താൽപര്യം. സമരം തുടങ്ങിയപ്പോൾ മുതലുള്ള അധിക്ഷേപമാണ് ഇപ്പോഴും തുടരുന്നത്. കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി കാണിച്ച അതേ ആതിഥ്യ മര്യാദയാണ് സുരേഷ് ഗോപി സമരപ്പന്തലിൽ എത്തുമ്പോൾ ആശാ വർക്കർമാരും കാണിക്കുന്നത്. വേതന വർധനവാണ് വേണ്ടതെന്ന് ആശാ വർക്കർമാർ. കടൽ മണൽ ഖനനത്തിലൂടെ ആസൂത്രിത കൊള്ളയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മണൽ ഖനനം നടത്തിയ രാജ്യങ്ങൾ വലിയ തിരിച്ചടി നേരിട്ടു. കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ പ്രതിസന്ധി നേരിടും. കേരളത്തിൽ 200-ലധികം മത്സ്യബന്ധന ഗ്രാമങ്ങൾ ഉണ്ടെന്നും തീരമേഖലകൾ ഇപ്പോഴേ ദുരിതത്തിലാണെന്നും പ്രതിപക്ഷ നേതാവ്. വിപ്ലവഗാനം അമ്പലത്തിൽ പാടേണ്ടതാണോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രശ്നമുണ്ടാക്കി BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നാണം കെട്ട പാർട്ടിയാണ് CPM എന്നും സതീശൻ. കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ഉമാ തോമസ് MLA പാലാരവട്ടത്തുള്ള വീട്ടിലെത്തി സന്ദർശിച്ച് മന്ത്രി സജി ചെറിയാൻ. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ടെന്നും എത്രയും വേഗം പൂർണ്ണമായും ആരോഗ്യവതിയാകട്ടെയെന്നും മന്ത്രി ആശംസിച്ചു. കേരളമാകെ അനുഭവിക്കുന്ന പ്രശ്നമായി വന്യജീവി സംഘർഷം മാറിയെന്ന് EP ജയരാജൻ. വന്യജീവികളെ സ്വയരക്ഷയ്ക്ക് കൊന്നാൽ പോലും കേസെടുക്കുന്നതാണ് അവസ്ഥ. നിയമത്തിൽ മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരെന്നും പെരുമ്പാമ്പിനെ തല്ലിക്കൊന്നാൽ പോലും കേസാണെന്നും ജയരാജൻ. തിരുവനന്തപുരം വിതുരയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വിതുര മാങ്കാലയാണ് കാട്ടാന ഇറങ്ങിയത്. ഇന്നലെ രാത്രിയാണ് ഒറ്റയാൻ ഇറങ്ങിയത്. വിതുര കല്ലാറിൽ 2 ആഴ്ച മുമ്പ് LP സ്കൂളിന്റെ മതിൽ തകർത്ത ആന തെങ്ങ് പുഴുത് എറിയുകയായിരുന്നു. ആനശല്യം ചെറുക്കാൻ വനം വകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണം. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ കണ്ടെത്തിയ കടുവയ്ക്ക് പരിക്കേറ്റത് കുരുക്കിൽ വീണത് മൂലമെന്ന് സംശയം. കടുവ തീർത്തും അവശനിലയിൽ. വെറ്റിനറി ഡോക്ടർ നേരിട്ടെത്തി പരിശോധിക്കും. 2 ദിവസത്തിനുള്ളിൽ കൂട്ടിൽ കയറിയില്ലെങ്കിൽ മയക്കുവെടിവെക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് എരുമേലി റേഞ്ച് ഓഫീസർ K ഹരിലാൽ. അടുത്ത മാസം വീണ്ടും സ്പേസ് ഡോക്കിംഗ് നടത്തുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ B നാരായണൻ. ആദ്യ ശ്രമത്തിൽ തന്നെ അൺഡോക്കിംഗ് വിജയകരമായി. ഇത് ചന്ദ്രയാൻ 4-ന് സഹായകരമാകും. ഊർജ്ജ കൈമാറ്റം അടക്കം പരീക്ഷിക്കും. ഗഗൻയാന് മുന്നോടിയായി ഒരു ടെസ്റ്റ് വെഹിക്കിൾ പരീക്ഷണം കൂടി നടത്തുമെന്നും ISRO ചെയർമാൻ. മലപ്പുറം മഞ്ചേരി മരത്താണിയിൽ ബൈക്ക് മറിഞ്ഞ് വ്ളോഗർ മരിച്ചു. വഴിക്കടവ് സ്വദേശി ജുനൈദാണ് മരിച്ചത്. വൈകിട്ട് 6:20-ഓടെയാണ് അപകടം. തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റത്. റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. തൃക്കൊടുത്താനം സ്വദേശി സജിത് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്താണ് നേതാക്കളുടെ സന്ദർശനം. ഉടമകൾ കെട്ടിടവും സ്ഥലവുമായി ബന്ധപ്പെട്ട രേഖകൾ സംഘത്തെ കാണിച്ച് എല്ലാവിധ രേഖകളും ഉണ്ടെന്ന് ഉടമസ്ഥരുടെ അവകാശവാദം. പരുന്തുംപാറയിലെ അനധികൃത കയ്യേറ്റം പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന് BJP. പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതോടെ ജനങ്ങൾ പ്രതിസന്ധിയിലാണെന്നും പതിറ്റാണ്ടുകളായി കർഷകർ താമസിച്ചു വരുന്ന ഭൂമിയും വീടും ഒഴിപ്പിക്കുവാൻ അനുവദിക്കില്ലെന്നും സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് വ്യക്തമാക്കി. വേനൽ ചൂട് കടുത്തതോടെ സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിയെ തുടർന്ന് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് 65,000 കടന്ന് കുതിച്ചുയർന്ന സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. പവന് 80 രൂപ കുറഞ്ഞ് 65,760 രൂപയായി. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 8,220 രൂപയായി. നോക്കാം ദേശീയ വാർത്തകൾ.
കർണാടകയിൽ സർക്കാർ പ്രവൃത്തികളുടെ ടെൻഡറുകളിൽ 4% മുസ്ലിം വിഭാഗത്തിന് സംവരണം ചെയ്യും. ഇതിന് കർണാടക മന്ത്രിസഭ അംഗീകാരം നൽകി. നിലവിൽ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങൾക്കാണ് സംവരണമുള്ളത്. ഇതിനൊപ്പമാണ് ഇനി മുസ്ലിം വിഭാഗത്തിനും സംവരണം. സർക്കാർ തീരുമാനത്തോട് കടുത്ത എതിർപ്പുമായി ബിജെപിയും രംഗത്തെത്തി. സർക്കാരിന്റെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണിതെന്നാണ് ബിജെപിയുടെ വിമർശനം. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് മുൻ എംഎൽഎക്ക് വെടിയേറ്റ സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. വെടിയേറ്റത് ബിലാസ്പൂരിലെ കോൺഗ്രസ് നേതാവായ ബംബർ താക്കൂറിന്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആയുധധാരികൾ വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിൽ പരിക്കേറ്റ താക്കൂറിനെ കൂടാതെ അംഗരക്ഷകനടക്കം മറ്റു 2 പേർക്ക് കൂടി വെടിയേറ്റു. കലാപം പൊട്ടിപ്പുറപ്പെട്ട ബംഗാളിലെ ബിർഭൂമിൽ സുരക്ഷ ശക്തമാക്കി. വിവിധ മേഖലകളിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. പ്രദേശത്തെ ഇന്റർനെറ്റ് സർവീസ് റദ്ദാക്കി. മറ്റന്നാൾ വരെ ഇന്റർനെറ്റ് സേവനം ഉണ്ടാകില്ല. പാകിസ്ഥാൻ ചാര സംഘടനയായ ISIക്ക് പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി നൽകിയ ആയുധ ഫാക്ടറി ഉദ്യോഗസ്ഥനെ UPATS പിടികൂടി. ഫിറോസാബാദ് ജില്ലയിലെ ഹസ്രത്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഫാക്ടറിയിലെ ചാർജ്മാനായ രവീന്ദ്രകുമാറാണ് അറസ്റ്റിലായത്. ഫേസ്ബുക്ക് സുഹൃത്തായ നേഹ ശർമ്മ എന്ന പേരുള്ള പാകിസ്ഥാനി ഏജന്റാണ് രവീന്ദ്രകുമാർക്ക് വിവരങ്ങൾ നൽകിയത്. 5 രഹസ്യരേഖകൾ, 6220 രൂപ, മൊബൈൽ ഫോൺ തുടങ്ങിയവ ATS കണ്ടെടുത്തു. സംഘടനാപരമായി പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പ്രസിഡന്റുമാരുടെ സമ്മേളനം നടത്താൻ കോൺഗ്രസ് ആലോചിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെ ശാക്തീകരിക്കുന്നതിനും പാർട്ടി പ്രവർത്തനങ്ങളുടെ താഴെത്തട്ടിലെ കേന്ദ്രങ്ങളാക്കി ജില്ലാ കമ്മിറ്റികളെ മാറ്റാനുള്ള ദേശീയ നേതൃത്വത്തിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് സമ്മേളനം. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് പാർലമെന്ററി സമിതിയുടെ ശുപാർശ. കോൺഗ്രസ് MP സപ്തഗിരി ശങ്കർ ഉലാക്ക അധ്യക്ഷനായ ഗ്രാമീണ വികസനത്തിന്റെ പാർലമെന്ററി സമിതിയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രതിദിന വേതനത്തിൽ വർധനവ് വേണമെന്ന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്തത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി ശുപാർശകൾ നൽകിയിട്ടും സർക്കാർ കാര്യമായ മാറ്റങ്ങൾ നടപ്പിലാക്കാത്തതിൽ പാർലമെന്ററി സമിതി നിരാശ പ്രകടിപ്പിച്ചു. ഇന്ത്യ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന പാകിസ്ഥാന്റെ പരാമർശത്തിനെതിരെ വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങളെ ഇന്ത്യ ശക്തമായി നിരസിക്കുന്നുവെന്നും ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എവിടെ നിന്നാണെന്ന് ലോകം മുഴുവനും അറിയാമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോണുകളിലെ ചൈനീസ് ഘടകങ്ങൾ നിയന്ത്രിക്കാൻ പ്രതിരോധ മന്ത്രാലയം ഇടപെടുന്നു. ആർമി ഡിസൈൻ ബ്യൂറോ തയ്യാറാക്കിയ മാർഗരേഖ അംഗീകാരത്തിനായി മന്ത്രാലയത്തിന് സമർപ്പിച്ചു. തദ്ദേശീയ ഉൽപ്പന്നങ്ങളെയും ഡ്രോണുകളെയും പ്രോത്സാഹിപ്പിക്കുക, ചൈനീസ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് നീക്കം. ചൈനീസ് ഘടകങ്ങൾ വാങ്ങിച്ചിട്ടില്ലെന്ന് സത്യവാങ്മൂലം കമ്പനികളിൽ നിന്നും വാങ്ങണമെന്നത് ഉൾപ്പെടെ നിർദ്ദേശിച്ചു. ഫ്ളാറ്റിന്റെ 29ാം നിലയിൽ നിന്ന് 8 വയസ്സുകാരിയായ മകളെ എറിഞ്ഞതിന് പിന്നാലെ മാതാവും ആത്മഹത്യ ചെയ്തു. മുംബൈ പൻവേലിലെ പലാസ്പേ ഫാദയിൽ ഔറ ബിൽഡിംഗിലാണ് സംഭവം നടന്നത്. മൈഥിലി, ആശിഷ് ദുവ, മൈറ എന്നിവരാണ് മരിച്ചത്. സിവിൽ കോൺട്രാക്ടറായി ജോലി ചെയ്യുന്ന ആശിഷ് ദുവയാണ് ഭർത്താവ്. രാജ്യത്ത് കഴിഞ്ഞ 4 വർഷത്തിനിടെ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട തുകയിൽ കണ്ടെത്താനായത് വെറും 12% മാത്രം. 2021 മുതൽ 2025 ഫെബ്രുവരി 28 വരെ 38,22,550 കേസുകളിലായി 36,448.19 കോടി രൂപയാണ് സൈബർ തട്ടിപ്പുകാർ കൊണ്ടുപോയത്. ഇതിൽ 4,380.80 കോടി രൂപ തട്ടിപ്പുകാർ അല്ലാതെ തടഞ്ഞെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പ്രതിവർഷം 6,000 രൂപ നൽകുന്ന PM കിസാൻ പദ്ധതിയിൽ കാർഷിക തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്ഥിരം സമിതി നിർദ്ദേശിച്ചു. വിള ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് കൂടി ലഭ്യമാക്കണമെന്നും സമിതി. ഷില്ലോങ്ങിൽ ആർമി ബ്രിഗേഡിയറത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകി ജൂനിയർ ഓഫീസറുടെ ഭാര്യ. പരാതിയിൽ മേഘാലയ പോലീസ് കേസെടുത്തു. ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണെന്ന് പോലീസ്.
സുവർണ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ 5 പേരെ അക്രമി ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചതായി പോലീസ്. അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ക്ഷേത്രത്തിനകത്തെ സ്ഥിതിഗതികൾ ശാന്തമാക്കി. ക്ഷേത്രത്തിലെ സമൂഹ അടുക്കളയായ ഗുരു രാംദാസ് ലാംഗറിലാണ് സംഭവം. പ്രമുഖ നടനും സംവിധായകനുമായ ദേവ് മുഖർജി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. സംവിധായകൻ അയാൻ മുഖർജി മകനാണ്. നോക്കാം അന്താരാഷ്ട്ര വാർത്ത. ഇസ്ലാമിക് സ്റ്റേറ്റ് നേതാവ് അബു ഖദീജ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ തലവനായിരുന്നു അബു ഖദീജ. ഇറാഖ് US സംയുക്ത ഓപ്പറേഷനിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഭീകരപ്രവർത്തനത്തിനെതിരായ വിജയമെന്ന് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനി. യുക്രൈനിയൻ സൈന്യം കീഴടങ്ങിയാൽ അവരെ വെറുതെ വിടുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുക്രൈനിയൻ സൈന്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുടിനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പരാമർശം. ഇതോടെ വെടിനിർത്തലിനുള്ള പ്രതീക്ഷകൾ സജീവമായി. കഴിഞ്ഞ ദിവസം മോസ്കോയിൽ വെച്ച് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പുടിനുമായി ദീർഘനേരം കൂടിക്കാഴ്ച നടത്തി. ഗ്രീൻ കാർഡ് ലഭിച്ചതുകൊണ്ട് മാത്രം കുടിയേറിയവർക്ക് എല്ലാ കാലത്തും അമേരിക്കയിൽ താമസിക്കാനാകില്ലെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ്. അമേരിക്കയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി രേഖയാണ് ഗ്രീൻ കാർഡ്. പെർമനന്റ് റെസിഡൻസി എന്നാണ് പേരെങ്കിലും ആജീവനാന്ത സുരക്ഷ ഇനി ലഭിക്കില്ല. ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ താരിഫ് വർധന ഇലക്ട്രോണിക് വാഹനങ്ങളുടെ വിപണിയെ ദോഷകരമായി ബാധിക്കുമെന്ന് ഇലോൺ മസ്ക്. തീരുമാനം US കമ്പനികളെ ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. US-ന്റെ വ്യാപാര നയത്തിൽ മറ്റ് രാജ്യങ്ങൾ പ്രതികൂല നിലപാട് സ്വീകരിക്കുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും മസ്ക്. ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുനരധിവസിപ്പിക്കുന്നതിന് വിമുഖത പ്രകടിപ്പിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ. നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന് സുഡാൻ. നിർദ്ദേശം തന്റെ രാജ്യം നിരാകരിക്കുമെന്ന് സൊമാലിയൻ വിദേശകാര്യമന്ത്രി അഹമ്മദ് മൊഅലിം ഫിക്കി. 2023 ഒക്ടോബർ മുതൽ യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പ് പുനർനിർമ്മിക്കുന്നതിനായി പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് അമേരിക്കയാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി ചുമതലയേറ്റു. വേഗത്തിൽ നീങ്ങാൻ കഴിയുന്ന ചെറുതും കാര്യക്ഷമതയുമുള്ള മന്ത്രിസഭയാണ് തന്റേതെന്ന് മാർക്ക് കാർണി. പുതിയ മന്ത്രിമാരുടെ വകുപ്പുകളും പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. ധനമന്ത്രിയായിരുന്ന ഡൊമിനിക് ലെബ്ല രാജ്യാന്തര വ്യാപാര വകുപ്പിന്റെ ചുമതലയിലേക്ക് മാറി. നിലവിലെ ഇന്നൊവേഷൻ മന്ത്രി ഫ്രാൻസ്വാ ഷാംപെയിൻ പുതിയ ധനമന്ത്രി. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അടുത്ത ആഴ്ച യൂറോപ്പ് സന്ദർശിക്കും. UK-യിലും ഫ്രാൻസിലും സന്ദർശനം. UK പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രസിഡന്റ് എന്നിവരുമായി ചർച്ച. അമേരിക്കയുമായുള്ള വ്യാപാര തർക്കം ചർച്ച ചെയ്യാൻ നേതാക്കൾ. ദക്ഷിണാഫ്രിക്കൻ അംബാസഡർ ഇബ്രാഹിം റസൂലിനെ പുറത്താക്കി അമേരിക്ക. ഇനി മുതൽ ദക്ഷിണാഫ്രിക്കൻ അംബാസഡർമാർക്ക് US-ലേക്ക് പ്രവേശനം ഉണ്ടാകില്ലെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ. ഇബ്രാഹിം റസൂൽ അമേരിക്കയെയും ട്രംപിനെയും വെറുക്കുന്ന ആളെന്ന് വിമർശനം. അമേരിക്കയിലെ 17 സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. കൊടുങ്കാറ്റിനും വെള്ളപ്പൊക്കത്തിനും ഹിമപാതത്തിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കാറ്റ് അലബാമ, ടെക്സസ്, ലൂസിയാന എന്നിവിടങ്ങളിൽ നിന്ന് തെക്ക് ഭാഗത്തേക്ക് നീങ്ങുമെന്ന് പ്രവചനം. പ്രകാശത്തെ ആദ്യമായി മരവിപ്പിച്ച് ഒരു കൂട്ടം അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞർ. ഗാലിയം ആർസനൈഡിന്റെ ഒരു പ്രതലത്തിൽ ലേസർ ഉപയോഗിച്ച് പ്രകാശത്തെ സൂപ്പർ സോളിഡ് ആക്കുകയായിരുന്നു. ഇവരുടെ ഗവേഷണം നേച്ചർ ജേണൽ പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലണ്ടിനെതിരെ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നടക്കുന്ന 5 ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും. IPL ആരംഭിക്കുന്നതിന് മുൻപാണ് പ്രഖ്യാപനം. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ പരാജയം കാരണം 5ാം മത്സരത്തിൽ രോഹിതിന് പടിയിറങ്ങേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി കിരീട നേട്ടത്തിന് പിന്നാലെ രോഹിതിന് ഗ്രീൻ സിഗ്നൽ നൽകുകയാണ് BCCI. പ്രാദേശിക കണ്ണൂരിൽ വാഹനാപകടത്തിൽ വയോധികന് ഗുരുതര പരിക്ക്. ഇന്നോവ കാർ സ്കൂട്ടറിലിടിച്ചാണ് അപകടം. കണ്ണൂർ പുതിയ തെരുവിലാണ് സംഭവം. സ്കൂട്ടറിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ മരത്തിൽ ഇടിച്ചു കയറി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടമുണ്ടാക്കിയത്. മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഒരാടം പാലത്തിന് സമീപത്തെ വർക്ക്ഷോപ്പിൽ അഗ്നിബാധ. കാറുകളും സ്കൂട്ടറുകളും കത്തിനശിച്ചു. ആർക്കും പരിക്കില്ല. ഫയർഫോഴ്സ് സംഘം തീയണച്ചു.
പാലക്കാട് നഗരത്തിൽ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അനാശാസ്യം നടത്തിയ ലോഡ്ജ് ഉടമ അറസ്റ്റിൽ. പുതുപ്പെരിയാരം സ്വദേശി അമീർ അബ്ബാസാണ് പിടിയിലായത്. ഇതര സംസ്ഥാനത്തു നിന്നും സ്ത്രീകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചാണ് ഈ കേന്ദ്രം നടത്തി വന്നതെന്ന് പോലീസ്. റെയ്ഡിനെ തുടർന്ന് അസം സ്വദേശികളായ 4 സ്ത്രീകളും 2 പുരുഷന്മാരും പിടിയിലായി. കായംകുളം അജന്ത ജംഗ്ഷനിൽ മധ്യവയസ്കനെ അടച്ചിട്ട കടയ്ക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൃഷ്ണപുരം പായിക്കാട്ട് വീട്ടിൽ അബ്ദുൾ സലാമാണ് മരിച്ചത്. തിങ്കളാഴ്ച മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. വർഷങ്ങളായി അടച്ചിട്ടിരുന്ന കടമുറിക്കുള്ളിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ നടപടിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പീഡനത്തിന് കാരണക്കാരായ അധ്യാപകരെ സസ്പെൻഡ് ചെയ്യും. പ്രിൻസിപ്പലിനെയും പ്രധാന അധ്യാപികയെയും സ്ഥലം മാറ്റാൻ നീക്കം. കാസർഗോഡ് തൃക്കരിപ്പൂർ ടൗണിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. കാസർഗോഡ് നാർക്കോട്ടിക്കൽ സെൽ ഡിവൈഎസ്പി MI ഷാജി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിക്കെതിരെ പോരാട്ടവുമായി പെരിന്തൽമണ്ണ ഉടമല ബ്ലൂ സ്റ്റാർ കൾച്ചറൽ സെന്റർ ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ഉടമല മഹല്ല് മുദ്രിസ് ഷെരീഫ് ഫൈസി കാരക്കാട് സംഗമം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ എക്സൈസ് ഓഫീസർ അബ്ദുറഹ്മാൻ വാഫി ലഹരി ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ദിവസവും 500-ലധികം പേർക്ക് സ്നേഹത്തിന്റെ ഇഫ്താർ വിരുന്നൊരുക്കി മലപ്പുറം വളാഞ്ചേരി കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ്. യുവാക്കളുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ. 500ഓളം പേർ പങ്കെടുത്തു. വാഗമണിൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിന് അടുത്ത ബുധനാഴ്ച തുടക്കമാകും. ഈ മാസം 23 വരെയാണ് ഫെസ്റ്റ്. 75 മത്സരാർത്ഥികളും 40-ലധികം വിദേശ ഗ്ലൈഡറുകളും പങ്കെടുക്കും. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മത്സരാർത്ഥികൾ. ഇവർക്ക് പുറമെ ആഭ്യന്തര മത്സരാർത്ഥികളും പങ്കെടുക്കും. ശോചനാവസ്ഥയിലായ ക്ഷേത്രക്കുളം ശുചീകരിക്കാൻ നാടൊന്നാകെ കൈകോർത്തു. പാലക്കാട് വിളയൂർ കരിപ്പമണ്ണ ശിവക്ഷേത്രക്കുളമാണ് ജനകീയ കൂട്ടായ്മ ശുചീകരിച്ചത്. ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തനം. കാസർഗോഡ് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ കൂറ്റൻ മരം കടപുഴകി വീണ് അപകടം. റോഡരികിൽ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്കാണ് മരം പതിച്ചത്. കാറിലുണ്ടായിരുന്ന സ്ത്രീകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തു. ഇടുക്കി ജില്ലയിലെ ആനപ്പാറയിൽ നിന്നും കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ പ്രാചീന മനുഷ്യവാസയിടം കണ്ടെത്തി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ 2024 ഡിസംബർ മുതൽ 2025 ഫെബ്രുവരി വരെയാണ് പുരാവസ്തു ഖനനം നടന്നത്. ആനപ്പാറ പ്രാചീന ചരിത്രകാല മനുഷ്യവാസത്തിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നായിരിക്കാമെന്ന നിഗമനത്തിൽ ഗവേഷകർ. പൊരിവെയിലിൽ കരിഞ്ഞുണങ്ങിയ ചെടികൾ പുതിയ ചട്ടിയിൽ നട്ടുനനച്ച് പിടിപ്പിച്ച് കോഴിക്കോട് മുക്കം നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ. ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. സംസ്ഥാനത്ത് സീറോ വേസ്റ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി നടക്കുന്ന നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ചെടികൾ റീപ്ലാന്റ് ചെയ്തത്. കളിച്ചിരികൾക്കും പഠനത്തോടുമൊപ്പം സ്വന്തം രചനകളുടെ സമാഹാരം തയ്യാറാക്കി വാടാനംകുറിശി ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ. രചനോത്സവത്തിന്റെ ഭാഗമായാണ് കുട്ടികൾ പുസ്തകങ്ങൾ തയ്യാറാക്കിയത്. കുട്ടികൾക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ശില്പശാലയിലെ വിജയികളായ അമ്മമാർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. വേനൽ കനക്കുന്നതോടെ വനം വകുപ്പ് നടത്തുന്ന കൺട്രോൾഡ് ബേണിംഗിനെതിരെ ഗ്രീൻ കെയർ കേരള. വേനൽക്കാലത്ത് കാട്ടുതീ തടയാനെന്ന പേരിൽ നടത്തുന്ന കൺട്രോൾഡ് ബേണിംഗ് നടത്തുന്നത് അശാസ്ത്രീയം, പ്രകൃതിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുമെന്നും ഇഴജന്തുക്കളും മറ്റ് ജീവജാലങ്ങളും ചത്തൊടുങ്ങുമെന്നും ഗ്രീൻ കെയർ കേരള. അഖില ഭാരത ഗോസേവാ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഗോരക്ഷാ പദയാത്ര സന്നിധാനത്തെത്തി. ഗോക്കളെയും ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തിയാണ് പദയാത്ര. കാശ്മീരിലെ ലാൽ ചൌക്കിൽ നിന്നും സെപ്റ്റംബർ 27-നാണ് ഗോരക്ഷാ പദയാത്ര തുടങ്ങിയത്. 4000-ലധികം കിലോമീറ്റർ 169 ദിവസം കൊണ്ട് സഞ്ചരിച്ചാണ് സംഘം സന്നിധാനത്തെത്തിയത്. ഈ മാസം 27-ന് കന്യാകുമാരിയിലാണ് സമാപനം. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മികച്ച ക്ഷീര കർഷകർക്കുള്ള അവാർഡുകളും മന്ത്രി വിതരണം ചെയ്തു. പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. ക്ഷീര ഉൽപാദന രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി.
സിനിമ. ഹ്രസ്വ ചലച്ചിത്ര പ്രേമികൾക്ക് ആസ്വാദനം പകർന്ന് കോട്ടയത്ത് അരവിന്ദൻ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കം. CMS കോളേജിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രമേളയിൽ 18 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. സംവിധായകൻ ബ്ലെസ്സി മേള ഉദ്ഘാടനം ചെയ്തു. നാളെ വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനും അഭിനേതാക്കൾക്കും പുരസ്കാരങ്ങൾ നൽകും. ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പ്രാവിൻകൂട് ഷാപ്പ് OTT-യിലേക്ക്. ജനുവരി 16 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് പ്രാവിൻകൂട് ഷാപ്പ്. 3 മാസത്തോളമുള്ള ഇടവേളയ്ക്ക് ശേഷമാണ് ചിത്രം OTT-യിലെത്തിയത്.